നമസ്കാരം. അനാഥാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തൊക്കെയാലേ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗിരിജയെക്കുറിച്ച് ഓരോ ദിവസം കൂടുന്തോറും ഓരോരോ കാര്യങ്ങളാണ് ഓരോരുത്തർ വന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ കേട്ടിട്ട് ഞെട്ടലാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടീൻ്റെ വെളിപ്പെടുത്തൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതാ വീണ്ടും അയൽവാസിയുടെ വെളിപ്പെടുത്തൽ. അത് നമുക്കൊന്ന് കാണാം. നിങ്ങൾ ഈ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീയൊന്നും അല്ല അവരുടെ സ്വന്തം ഭർത്താവിനെ ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും. അപ്പോ ഇവര് ഗിരിജയുടെ പേരാണ് അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും. അപ്പോ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു. പേര് മല്ലിക എന്നാണ്. അപ്പോൾ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി 2 മക്കളും ജനിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അനിലേട്ടനുമായിട്ട് എന്നും വഴക്കാണ്. എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നും വഴക്കാണ്. അങ്ങനെ ഒരു ദിവസം ഈ അനിലേട്ടൻ ഈ സ്ത്രീയെയും ഇവരുടെ കാമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി. ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വഴക്കായി ബഹളമായി. ഇവരുടെ കാമുകൻ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു. പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു. ഞങ്ങൾ ആ പത്തനാപുരം ശേഷം ഇവര് ഈ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത്. അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അത്രയ്ക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തിക്കൊല്ലിച്ചതെന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങൾ ചെറുപ്പമാണ്, കൊച്ചു പിള്ളേരാണ്, 10-12 വയസ്സേ ഉള്ളൂ. അതിനുശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിനു ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവന് അന്ന് ആ ടൈമിൽ 2010 ആ ഒരു ടൈമിലാണേ. അപ്പോ ആ പയ്യന് 19 വയസ്സേ ഉള്ളൂ. ഞങ്ങളുടെ അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നാള് ഒരു 19 വയസ്സൊക്കെ ആയി. എനിക്കും ആ പയ്യന്റെ അത്രയും പ്രായമായി. അപ്പോ ഈ 19 വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. മീൻസ് എന്തുവാണ് ഇതൊക്കെ? ഇവരെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പോലും ആർക്കും ഇല്ലല്ലോ. ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് മീഡിയന്റെ മുമ്പിലൊക്കെ ഇതുപോലെ വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും സത്യമില്ലാണ്ട് ആയിരിക്കില്ലല്ലോ. എന്നിട്ടോ ഇത്രയും കാലം നന്മമരവും ചുമഞ്ഞ് നടക്കുകയല്ലായിരുന്നു. അനാഥാലയത്തിൻ്റെ ഫ്രണ്ടിൽ സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോയും സ്മാരകമൊക്കെ അങ്ങോട്ട് പണിതങ്ങ് നാണമില്ലല്ലോ ഇവർക്ക്. ഇതിനൊക്കെ എന്താ പറയുക? കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോ ഇവര് പെട്ടെന്ന് ഇവനിൽ നിന്ന് അകന്നപ്പോ ഇവന് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ ആയി. അപ്പൊ ഇവന്റെ വെറുതായിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു, ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ ഇത് നാട്ടിൽ മൊത്തം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഇവര് അകന്നു പോയതിൽ വലിയ സങ്കടമായി. അവൻ കയറി തൂങ്ങി മരിച്ചു. അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ അമ്പിളിയുടെ, അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം, പോയി തിരക്കി നോക്കിക്കോ. അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഇല്ലേ, പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ ഈ പയ്യൻ മരിച്ചതിന് സംബന്ധിച്ച് ഒരു കേസുണ്ട്. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, ഇവരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോ ആ നാട്ടിലുള്ളവര്, ഇവര് താമസിച്ചോണ്ടിരുന്ന ആ നാട്ടിലുള്ളവർ ഇവർക്കെതിരെ ഒരു ഫ്ലെക്സ് വെച്ചു, ഇവളെ ഇവിടുന്ന് തുരത്തുക എന്നും പറഞ്ഞ്. മനസ്സിലായോ? ഈ പയ്യന്റെ അച്ഛനും അമ്മയാണ് കൊണ്ടുപോയി കേസ് കൊടുത്തത് ഇവർക്കെതിരെ. അന്ന് ജാമ്യമില്ലാ വകുപ്പിന് വാറന്റ് ഒക്കെ അതാണ് ഈ സ്ത്രീയുടെ പേര്. ഇത് തന്നെയായിരുന്നു ഇവരെ പരിപാടി. എന്താ ഇതിനൊക്കെ പറയാ? എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇനി ഭർത്താവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി കേൾക്കാം. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, രാവിലെ ഒരു 7:30 മണി ടൈമിലാണ് ഇവരുടെ ഭർത്താവ് മരിക്കുന്നത്.
അപ്പം അന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കടയുണ്ട്, ഒരു ഹോട്ടല്. ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ടാണ് കുത്തു കൊണ്ടിട്ട്, ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ഇറ്റ് വെള്ളത്തിന് വേണ്ടി അയാൾ അവിടെ കിടന്ന് പെടുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ അത്രയും ക്രൂരയായ ഒരു സ്ത്രീ. ഇവർക്ക് ഭർത്താവൊന്നും ഇല്ല, കണ്ണി കണ്ടവരെല്ലാം ഭർത്താക്കന്മാരാ. ഇവരുടെ അമ്മ ഒരു തങ്കമ്മ ഈ സ്ത്രീയുടെ അമ്മയുടെ പേര്. ഒരു ഡാൻസർ ആയിരുന്നു. പിന്നെ ഈ അമ്പലങ്ങളിലും ഒക്കെ ഡാൻസ് കളിച്ച് ആയിരുന്നു അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു കൊല്ലംകാരിയാണ്. ഇവരുടെ ഒക്കെ ഡീറ്റെയിൽസ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ചേച്ചിക്ക് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. സ്വന്തം ഭർത്താവിനെയും കൊന്ന്, 19 വയസ്സുള്ള ഒരാളെയും കൊന്ന്, എന്നിട്ട് വേറെ കല്യാണവും കഴിച്ച്, ഇത്രയും കാലം ഒന്നും അറിയാത്ത പോലെ ഇത്രയും ഗട്ട്സിൽ നന്മമരമായിട്ട് നടന്നല്ലോ. സമ്മതിച്ചിരിക്കുന്നു. ചേച്ചിക്ക് തന്നെ ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് അവാർഡ് കിട്ടും.